നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. യേശുവിന്റെ കല്ലറ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 42 മുതൽ 46 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. വൈകുന്നേരമായപ്പോൾ ശബത്തിന്റെ തലേനാളായ ഒരുക്കനാൾ ആകൊണ്ട് ശ്രേഷ്ഠമന്ത്രിയും ദൈവരാജ്യത്തെ കാത്തിരുന്നവനുമായ അരിമത്യയിലെ യോസേപ്പ് ധൈര്യത്തോടെ പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് യേശുവിന്റെ ശരീരം ചോദിച്ചു. അവൻ മരിച്ചു കഴിഞ്ഞുവോ എന്ന് പീലാത്തോസ് ആശ്ചര്യപ്പെട്ടു. ശതാധിപനെ വിളിച്ച് അവൻ മരിച്ചിട്ട് ഒട്ടുനേരമായോ എന്ന് ശതാധിപനോട് വസ്തുത ചോദിച്ച് അറിഞ്ഞിട്ട് ഉടൽ യോസേപ്പിന് നൽകി. അവൻ ഒരു ശീല വാങ്ങി അവനെ ഇറക്കി ശീലയിൽ ചുറ്റിപ്പൊതിഞ്ഞ് പാറയിൽ വെട്ടിയിട്ടുള്ള കല്ലറയിൽ വെച്ചു. കല്ലറ വാതിക്കൽ ഒരു കല്ലും ഉരുട്ടിവെച്ചു. കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യരോട് താൻ മരിച്ചു കഴിഞ്ഞാൽ എവിടെ അടക്കപ്പെടും എന്നുള്ള കാര്യം പറഞ്ഞിരുന്നില്ല. യേശു നമുക്കറിയാം ജനിച്ചത് ബേത്ലഹേമിലാണ്. യഹൂദ പശ്ചാത്തലത്തിൽ ജനിച്ചയാളായതുകൊണ്ട് യേശുവിൻ്റെ അല്ലെങ്കിൽ യോസേഫിൻ്റെ വീട്ടുകാരൊക്കെ ബേത്ലഹേമിൽ ആയിരുന്നത് കൊണ്ട് തീർച്ചയായിട്ടും യഹൂദദേശത്തെ ബേത്ലഹേമിലാണ് അവരുടെ ശ്മശാന ഭൂമികൾ. പക്ഷേ യേശു തൻ്റെ ശിഷ്യരുമായിട്ട് ഇങ്ങനെ സഞ്ചരിച്ച് സുവിശേഷം അറിയിച്ച് കഴിയുകയാണ്. ഇപ്പോൾ യേശു യെരുശലേമിൽ വന്നിരിക്കുകയാണ്. യെരുശലേമിൽ വെച്ചാണ് യേശു പറയുന്നത്, ഞാൻ ഇവിടെ വെച്ച് മരിക്കാനിടയാകും. ഈ ശിഷ്യന്മാരുടെ ഒക്കെ നാട് ഗലീലയാണ്. അവരോടാണ് യേശു പറഞ്ഞത്, ഞാൻ യെരുശലേമിൽ മരിക്കാനിടയാകും. യേശുവിനെ ആരടക്കും, എവിടെ അടക്കും, ഇത് സംബന്ധിച്ച് യേശു ഒന്നും പറഞ്ഞിരുന്നില്ല. എന്നാൽ യേശുവിൻ്റെ മരണത്തിന് 700 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ 53-ാം അധ്യായത്തിൽ അവന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോട് കൂടി ആയിരുന്നു എന്നൊരു വാക്യമുണ്ട്. അത് യേശുവിൻ്റെ മരണത്തിൻ്റെയും അടക്കത്തിൻ്റെയും കാര്യമാണ്. യേശുവിനെ അടക്കിയ കല്ലറ ഇതുവരെ ആരെയും വെക്കാത്ത കല്ലറയാണ്. ശ്രേഷ്ഠമന്ത്രിയായ യോസേഫ് തനിക്ക് വേണ്ടി പാറയിൽ വെട്ടിയിരുന്ന കല്ലറയാണ്. യേശുവിൻ്റെ മഹത്വം മനസ്സിലാക്കി അദ്ദേഹം അല്ലെങ്കിൽ യേശുവിൻ്റെ ജീവിതത്തിൽ ഇതുവരെയെല്ലാം താൻ പറഞ്ഞതുപോലെ നടന്നു, മരണവും താൻ പറഞ്ഞതുപോലെ നടന്നു എന്ന് ഗ്രഹിച്ച യോസേഫ് യേശു ദൈവത്തിൻ്റെ മനുഷ്യാവതാരമാണ് എന്നതിൽ ഉറച്ചു. യേശുവിൻ്റെ ജീവിതകാലത്ത് അദ്ദേഹത്തിന് യേശുവിനെ അനുഗമിക്കാൻ കഴിഞ്ഞില്ല. യേശുവിനെ കുറിച്ച് അദ്ദേഹം പഠിച്ചിരുന്നു. യോഹന്നാൻ സുവിശേഷമൊക്കെ വായിക്കുമ്പോൾ അദ്ദേഹത്തിന് സുഹൃത്തായിരുന്നു നിക്കോദീമോസ് എന്ന യഹൂദ പ്രമാണി. ഈ നിക്കോദീമോസും യേശുവിൻ്റെ അടുക്ക വന്ന ശേഷം യോസേപ്പിനോട് സംസാരിച്ചിട്ട് ഉണ്ടാകണം. അങ്ങനെ നിക്കോദീമോസിൽ നിന്നും പലരിൽ നിന്നും യേശുവിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള അദ്ദേഹത്തിന് നിർഭാഗ്യവശാൽ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷക്കാലത്ത് ഈ ശിഷ്യന്മാരോടൊപ്പം യേശുവിനെ അനുഗമിക്കാൻ സാധിച്ചില്ല. എന്നാൽ അദ്ദേഹം ചിന്തിച്ചു, ഇനി എന്തെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ ചെയ്യാൻ എനിക്ക് സാധിക്കുമോ? അങ്ങനെയാണ് ധൈര്യത്തോടെ അദ്ദേഹം പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് ആ ശരീരം എനിക്ക് വിട്ടുതരുമോ എന്ന് ചോദിച്ചത്. സാധാരണ റോമ ഗവൺമെന്റ് കുരിശിച്ച് കൊല്ലുന്ന ആളുകളുടെ ശവശരീരങ്ങൾ അവിടെ കിടന്ന് ഭക്ഷ്യ തിന്നുകയും പുഴുവരിക്കുകയും ഈച്ച ആർക്കുകയും അത് മഴ നനയുകയും വെയിൽ കൊള്ളുകയും ഒക്കെ ചെയ്ത് പൊഴിഞ്ഞ് താഴെ വീണ് അവിടെ അസ്ഥികളുടെ ഒരു കൂമ്പാരം ആയിട്ട് ആ പ്രദേശം മാറുകയാണ്. എന്നാൽ ചുരുക്കം ആളുകളെ അവര് ഭിന്നോ താഴ്വരയിൽ അവരുടെ വേസ്റ്റുകളൊക്കെ ഇടുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് തീയിട്ട് ദഹിപ്പിക്കാറുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി യേശുവിൻ്റെ ശരീരം ബഹുമാനിക്കപ്പെടേണ്ടതാണ് എന്ന് പീലാത്തോസിനെ അറിയിച്ചപ്പോൾ പീലാത്തോസ് വളരെ സന്തോഷത്തോടെ ഏറ്റെടുക്കുകയാണ്. കാരണം മനസ്സില്ല മനസ്സോടെയാണ് യേശുവിനെ പീലാത്തോസ് വിധിച്ചത്. ഈ ശരീരം ഏറ്റെടുത്ത യോസേഫ് പുതിയ ശീല വാങ്ങി
അതിൽ യേശുവിനെ പൊതിയുകയാണ്. യേശു ബേത്ലഹേമിൽ ജനിച്ചപ്പോൾ കീറ്റുശീലകളാണ് പൊതിയപ്പെടാനുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ വിലയേറിയ പട്ട് യേശുവിനു വേണ്ടി ഉണ്ടാകുകയാണ്. ഇവിടെ ഇതാ വളരെ ചെലവ് ചെയ്ത ഒരാൾ തനിക്കായിട്ട് വെട്ടിയിരുന്ന കല്ലറ യേശുവിന് ഫ്രീ ആയിട്ട് നൽകുകയാണ്. മാത്രവുമല്ല 100 റാത്തൽ സുഗന്ധവർഗം അദ്ദേഹം കൊണ്ടുവരികയാണ്. ഒരു മഹാരാജാവിനെ അടക്കുന്നത് പോലെ യേശുവിനെ അടക്കാൻ തയ്യാറാകുകയാണ്. യേശുവിൻ്റെ ശിഷ്യന്മാരോട് താൻ അടക്കപ്പെടും, അല്ലെങ്കിൽ യോന കടലാനയുടെ വറ്റിയിരുന്നത് പോലെ ഭൂമിക്കുള്ളിൽ മനുഷ്യപുത്രൻ 3 ദിവസം ഇരിക്കേണ്ടി വരുമെന്ന് യേശു പറഞ്ഞിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആര് ശവസംസ്കാരം നടത്തുമെന്നോ അത് ഏത് കല്ലറയിലായിരിക്കുമെന്നോ ഒന്നും യേശു പറഞ്ഞിരുന്നില്ല. എന്നാൽ യശയാപ്രവചനം 53 യേശു ജനിക്കുന്നതിന് 700 വർഷം മുമ്പ് എഴുതിയ പ്രവചനത്തിന് നിവൃത്തിയായി യേശുവിന്റെ മരണത്തിൽ യേശു സമ്പന്നന്മാരുടെ കൂടെ ആയിരുന്നു. ഇവിടെ സമ്പന്നനായ യോസേഫ് യേശുവിന്റെ ശരീരം ഏറ്റെടുത്ത് വളരെ രാജകീയമായി അടക്കുവാൻ തയ്യാറാകുകയാണ്. അദ്ദേഹം യേശുവിനെ അടക്കിയ ശേഷം ഒരു വലിയ കല്ലും അവിടെ ഉരുട്ടിവെക്കുവാൻ ഇടയായി. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു താൻ ദൈവമായതുകൊണ്ടാണ് ഇതുപോലെ ആളുകൾ പ്രബുദ്ധരായി, ആളുകൾ ഇൻസ്പയർഡായി യേശുവിൻ്റെ പിന്നാലെ മാർച്ച് ചെയ്യുവാൻ തങ്ങളുടെ സമയവും ആരോഗ്യവും കഴിവും തങ്ങളുടെ പണവും ഒക്കെ യേശുവിൻ്റെ നാമത്തിൽ മുടക്കുവാൻ അവർ തയ്യാറാകുന്നത്. യേശു സൃഷ്ടാവും രക്ഷിതാവും പരിപാലകനുമായ സത്യദൈവം ആയതുകൊണ്ടാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഈ ശവസംസ്കാരം അത് മാത്രം മതി ആളുകൾക്ക് യേശുവിനെ അറിയുവാൻ, യേശുവിൻ്റെ മഹത്വം അറിയുവാൻ. ഇന്നും ആ കല്ലറ യെരുശലേമിൽ തുറന്നു കിടക്കുകയാണ്. അവിടെ എഴുതിയിട്ടുണ്ട്, അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ദൈവമല്ലെങ്കിൽ, കർത്താവായ യേശു സൃഷ്ടാവല്ലെങ്കിൽ പിന്നെ ആരാണ്? യേശു സൃഷ്ടാവാണ്, രക്ഷിതാവാണ്, പരിപാലകനാണ്, ന്യായാധിപനാണ്, ആരാധ്യനാണ്. നമുക്ക് യേശുവിനെ സ്നേഹിക്കാം, അവന് വേണ്ടി ജീവിക്കാം. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.